ഇന്ന് വൃശ്ചികം 1 മണ്ഡലകാലം തുടങ്ങിയിരിക്കുന്നു. കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്കിനി വ്രതശുദ്ധിയുടെ നാളുകളാണ്. എന്നാൽ എല്ലാ വർഷത്തെയും പ്രാർത്ഥനകൾക്കൊപ്പം ഇത്തവണ ഭക്തന്മാർ ഒരു പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അയ്യപ്പനെ കൊള്ളയടിച്ച കള്ളന്മാരുടെ അവസാനം കാണണേ എന്നുള്ളതാണ് ആ പ്രാർത്ഥന. അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ച ഓരോ കള്ളന്മാരും അകത്തായി തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ CPMന്റെ MLAയുമായ പത്മകുമാറിനെതിരെ വലിയൊരു വെളിപ്പെടുത്തൽ ദേവസ്വം ബോർഡിനുള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ്, മുൻ MLA അറസ്റ്റിലേക്ക് അടുക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളും വിഗ്രഹങ്ങളും കട്ടുമുടിക്കാൻ വേണ്ടി ഒരു കള്ളനെ താമസ സ്ഥലം പോലും നൽകി അവിടെ താമസിപ്പിച്ച് കക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തിരിക്കുകയാണ് മുൻ MLA പത്മകുമാർ. അതായത് പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വ സ്വാതന്ത്ര്യവും ശബരിമലയിൽ നൽകിയിരുന്നുവെന്ന് പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിൻ്റെ മുറിയാണെന്നും ജീവനക്കാരുടെ മൊഴിയിൽ പറയുകയാണ്. പൂജാ ബുക്കിങ്ങിലും പ്രത്യേക പരിഗണന നൽകിയതോടെ അതിലും ലക്ഷക്കണക്കിന് പണം തട്ടിയെടുക്കുകയായിരുന്നു പത്മകുമാറും സംഘവും പോറ്റിയെ ഉപയോഗിച്ച്. പത്മകുമാറിൻ്റെ മകനാണെങ്കിൽ നമുക്കറിയാം, യോഗദണ്ഡും മറ്റു സാധനങ്ങളുമെല്ലാം സ്വർണം പൂശാൻ എന്ന പേരിൽ വീട്ടിലേക്ക് തന്നെ എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു. അതിൽ തിരിച്ചു വരുമ്പോൾ സ്വർണമുണ്ടോ എന്നുള്ളത് തന്നെ ഇതുവരെ പുറത്തറിഞ്ഞിട്ടില്ല. അത് അച്ഛനായ പത്മകുമാർ പറഞ്ഞിട്ട് ചെയ്തതാണ്. അതുപ്രകാരം ശാസ്ത്രീയ പരിശോധനയ്ക്കായി സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ഇന്ന് വൃശ്ചികം 1-ാം തീയതി തന്നെ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. അതിനിടയിലേക്കാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നു വന്നിരിക്കുന്നത്. അവർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വൃശ്ചികം 1-ാം തീയതി തന്നെ പരിഗണിക്കുകയാണ്. FIR, അനുബന്ധ മൊഴികൾ തുടങ്ങിയ രേഖകളുടെ പകർപ്പാണ് അവർ തേടിയിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ED റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടെയാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അവർക്ക് എന്തായാലും ഈ കേസ് വേണമെന്നുള്ളത് നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നുവെന്നും അതിൻ്റെ വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നുമാണ് ആവശ്യം. പിണറായി വിജയൻ്റെ കൂടി ശിങ്കിടികളായ ഈ ED അവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കി മാത്രമേ ഹൈക്കോടതിയും ഇത് തീരുമാനത്തിലെത്തും എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ ശബരിമല കള്ളന്മാരെ തൂക്കിയെടുക്കാൻ അന്വേഷണ സംഘം തകൃതിയായി അന്വേഷണം നടത്തുന്നതിനൊപ്പം ശബരിമലയിൽ അയ്യനെ കൺകുളിർക്കെ കാണാൻ മണ്ഡലകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭക്തരുടെ നീണ്ട നിരയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. പ്രാർത്ഥനയുടെ കാഠിന്യം അതുകൊണ്ട് തന്നെ കൂടുകയാണ്. അതിൻ്റെ ഫലം കാണുകയും ചെയ്യുന്നു. മുൻ CPM MLAക്കെതിരെ ദേവസ്വം ബോർഡ് ജീവനക്കാർ തന്നെ മൊഴി നൽകിയിരിക്കുകയാണ്. ഇനി ഭക്തർ മല ചവിട്ടുമ്പോൾ പത്മകുമാറിന് അകത്ത് കിടക്കാം.